ബേബി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. സോ എങ്ങനെയായിരുന്നു ആ ഒരു ഇപ്പൊ 2 മാസം എങ്ങനെയായിരുന്നു ശരിക്കും? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നാമത് കൊച്ചു പിള്ളേരെ എടുക്കാൻ പോലും അറിയില്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. എനിക്ക് അനിയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം എനിക്ക് പേടിയാണ്. എനിക്കും പേടിയാ. എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ അയ്യോ നമ്മൾ വല്ലതും പറ്റിപ്പോയാ അങ്ങനെയൊക്കെ എനിക്ക് പല പേടികളുണ്ട്. അപ്പം ഞാൻ ഈ കൂടുതലും ആ സമയത്തൊക്കെ പിന്നെ ചുറ്റും ആൾക്കാരുണ്ടല്ലോ നമുക്ക്. ഇപ്പൊ ഇവളുടെ അമ്മയായിരുന്നാലും എൻ്റെ അമ്മയായിരുന്നാലും പിന്നെ കുട്ടിയുടെ മേമ്മ, പിന്നെ അവളുണ്ടെങ്കിൽ പിന്നെ കൊച്ചിന് നമുക്ക് എടുത്ത് പഠിക്കേണ്ടി വരില്ല. കാരണം ഫുൾ ടൈം അവൾ തന്നെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ ടെൻഷൻ അടിക്കാനില്ല. പലർക്കും അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെയാണ് ഭയങ്കരമായിട്ട് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത്. കാരണം ഇവർക്ക് ചുറ്റും പിന്നെ ആൾക്കാരുണ്ട്, ഹെൽപ്പ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടാറുണ്ട്. എൻ്റെതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷമാണെങ്കിൽ ഞാൻ പെട്ടുപോയേനെ.